അല്ലിമ്മ എത്താടി നിങ്ങൾ നേരത്തെ ബാപ്പുട്ടിക്ക് വിളിച്ചപ്പോ ഇറങ്ങിക്കണെന്നല്ലേ പറഞ്ഞിക്കണത്. എന്നിട്ടിപ്പോ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിക്കണ്. അവിടുന്ന് ഇപ്പൊ എത്ര ദൂരണ്ട ഇവിടക്ക്? ഇഞ്ഞും ഇങ്ങോട്ട് എത്തി കണ്ടില്ലല്ലോ. എന്താണാവ കാണാത്തെ? ആ അത് നല്ല കാര്യം. അനക്കിപ്പോ നല്ല ബേജാറ് തുടങ്ങിക്കണില്ലേ? എടി പണ്ടത്തെ എനിക്ക് ഓളയും കൂട്ടിങ്ങാണ്ടിട്ട് കടുപ്പത്തിൽ മണ്ടി വരാൻ പറ്റുവോ? ഒരാക്കത്തിലൊക്കെ വരുന്നുണ്ടാകും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവിടേക്കുള്ള റോഡൊക്കെ പറ്റ മോശാണ്. അനക്കിപ്പോ എന്താ ഇത്ര ബേജാറ്? ഇങ്ങോട്ടനല്ലേ വരുന്നത്? അത് പിന്നെ ഇതുവരെ കാട്ടിയനും പറഞ്ഞതിനൊക്കെ ഞാൻ നല്ലോണം അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ടേന്നില്ല ലിമ്മ. 1-2 ദിവസം തന്നെ ഓനും ഓള് ഇവിടുന്ന് മാറിന്നേന് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഞാൻ കാരണല്ലേ എല്ലാം. ഇനി മുഴുവനായിട്ട് ഇവിടുന്ന് മാറി നിൽക്കണമെങ്കിൽ എന്താകും? അതൊക്കെ ഇപ്പോഴാണ് ഞാൻ ഓർത്തിക്കണത്. ഈ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സ് തട്ടിയുള്ള വാക്കാണെങ്കിലേ നല്ലതന്നെ വരുള്ളൂ. ഇഞ്ച കുട്ടികളെ മനസ്സിൽ നന്മ ഉണ്ട്. അല്ല റസിയ, ഇജ് ഇതുവരെ പറഞ്ഞതൊക്കെ വിശ്വസിക്കാറല്ലേ? എൻ്റെ ഇന്ത്യയും വാക്കുമ്പലാണ് ഓനാ പെണ്ണിനെയും വിളിച്ച് വരുന്നത്. ഇഞ്ഞി പെരേല് ഒരു മുഖം കറുത്തൊരു വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ പാടില്ല. അത് നല്ലോണം ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. പിന്നെ വേറൊരു വർത്താനം ഉണ്ടാകൂല എന്നാണ് ഓൻ പറഞ്ഞിരിക്കണത്. പിന്നെ കാല് ഈ പടി ചവിട്ടലുണ്ടാകൂല. ഇമ്മക്ക് ഇപ്പോഴും സ്വന്തം മകളെ വിശ്വാസമല്ല അല്ലേ? ഞാൻ ഏതായാലും എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പോണില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവൂല. ഇനി എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ട് എന്നാ പോരെ. ഓനും ഓളും ഇവിടുന്ന് ഇനി പോകേണ്ടി വരൂല. എന്നാ പോരെ നിങ്ങൾക്ക്? എടി ഇമ്മാർക്കേ മക്കളിഞ്ഞ് ഒന്നായാലും ഒരു മുറിയായാലും ആണായാലും പെണ്ണായാലും ഒക്കെ ഒരേ ഏൽക്കാണ്. ആരും വേർതിരിച്ച് കാണൂല. അതിന് വേണ്ടി ആരും ഇവിടുന്ന് ഇറങ്ങി പോകും വേണ്ട. നല്ലേൽക്ക് നിൽക്കുന്നതാണ് ഇമ്മാർക്ക് അതൊരു സന്തോഷം. അതും ഈ വയസ്സാം കാലത്ത്. എടി വന്നിക്കണ് തോന്നണേ. നീച്ചോ. ആ ഇഞ്ച മക്കള് വന്നോ? കാണാതായപ്പോ ബേജാറായിക്കണു ആ കുട്ടിയെ. ഇവിടുക്കനല്ലേ അമ്മ വരുന്നത്, പിന്നെ ബേജാറാണത്. നമ്മളെ കേറിക്കോ. ഇമ്മ സുഖല്ലേ ഇമ്മ? അല്ല റസിയത്തെടുത്തു ഓളാക്കണ അവിടെ ഇത്രയും നേരം കാണാല്ല, എത്താ കാണാത്തേവോന്നും പറഞ്ഞ് ബേജാറൂട്ടി നിക്കേരി. റസിയ ഇങ്ങോട്ട് നോക്ക്, ആരാ വന്നിക്കണോക്ക്. ആ നിങ്ങളെത്തിയോ? ഞാൻ നിങ്ങൾ വരുമ്പോത്തിന് പോകാൻ നിൽക്കേനി. ഈ ഇമ്മാൻ്റെ പണിയാ. അതെന്തിനാ റസിയാത്ത് എന്തിനാ ഇപ്പൊ പോണത്? അത് എനിക്കിപ്പോഴാ എൻ്റെ സ്ഥാനം എൻ്റെ വിലയൊക്കെ മനസ്സിലായത്. അതൊക്കെ മനസ്സിലാക്കി തന്നത് പൂമോളാ. ഈ പേരെയും ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് മാത്രം സ്വന്തമെന്നാണ് ഞാൻ കരുതി കൊണ്ടിരുന്നിക്കണത്. പൂമോള് വന്ന് കയറിയപ്പോൾ പൂമോള് അവകാശം കാട്ടണുണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊന്നും ആകാൻ പാടില്ല എന്ന് എനിക്കിപ്പോഴാണ് ബോധ്യമായത്. കുറേ ദുഷ്ടതരം കാട്ടി ഞാൻ പൂമോളോട്.
ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകൂല. ഞാൻ ഇമ്മക്ക് വാക്ക് കൊടുത്തേക്കണേ. പൂമോൾ എന്നോട് ക്ഷമിക്കൂലേ? ആയി എന്താ ഇങ്ങനെയൊക്കെ? റസിയാത്താനെ ഞാൻ ബാപ്പുട്ടിക്കാൻ്റെ പെങ്ങളായിട്ടല്ല കണ്ടിക്കണത്, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാ. സ്വന്തം താത്തയായിട്ട്. അത് ആദ്യം ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാകും. എൻ്റെ ഈ നല്ല മനസ്സിനെ തോൽപ്പിക്കാൻ പറ്റൂല പൂമോളെ. ഞാൻ എത്ര ദുഷ്ടയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും അനക്ക് എന്നോടൊരു വെറുപ്പില്ലല്ലോ. എങ്ങനെ സ്നേഹിക്കാൻ കഴിയണത്? ആ മതി രണ്ടാളെ പരിഭവം പറിച്ചില്. ഇനി ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ. പൂമോളെ വന്ന് കേറിയിട്ട് ആ തുണിയും കുപ്പായും കൂടി ഒന്നും മാറിയിട്ടില്ല. കുഴക്കൊക്കെ മാറി എൻ്റെ. ഇനി കുഴക്കൊക്കെ മാറിയിട്ടേ വർത്താനം പറയാ. ചെല്ല്. ഇങ്ങനൊരു കൂടിച്ചേരല് ഇപ്പം ഉണ്ടാവുമെന്ന് ഇമ്മ കരുതിയിട്ടില്ല. ഇതിന് നേരാത്ത നേർച്ചാളില്ല. ഏതായാലും എൻ്റെ കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിക്കണല്ലോ. റസിയാത്ത അവിടെ നിൽക്കി, ഞാൻ പോയിട്ട് തുണി കുപ്പായം മാറ്റി വരാം. എന്താ പൂമോളെ, പെരന്നിറങ്ങിയപ്പോ ഇത്ര സന്തോഷം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ പറ്റിയേ? റസിയാത്തൊക്കെ നല്ല മാറ്റണ്ടല്ലോ. ഇത് നമ്മളെ റസിയാത്ത തന്നെയല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. എന്തൊരു മാറ്റാന്നറിയോ? ബാബുടിക്ക് കണ്ടില്ലല്ലോ ഉണ്ടായതൊന്നും. ആ റസിയാൻ്റെ കാര്യമാകൊണ്ട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇനി വേറെ എല്ലാ ആൾക്കാരെ കാര്യം പറയും. ഇതങ്ങനെയല്ല ബാപ്പുട്ടിക്ക, ഇത് അന്നത്തെയും പോലെയും പറഞ്ഞതല്ല. എൻ്റെ കജിനെ പിടിച്ചിട്ടേ നല്ലോണം സങ്കടപ്പെട്ടിക്കണേ. ഇനി ഒരിക്കലും റസിയാത്താൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകൂല എന്ന് വാക്കും തന്നിക്കണേ. ഇനിയെന്താ വേണ്ടത്? റസിയാണത്, അതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. അല്ല വെറുതെ നിന്നപ്പോൾ അങ്ങനെ കാട്ടൂല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടായിക്കണമെങ്കിൽ തന്നെ റസിയാത്ത ഇവിടുന്ന് ഇറങ്ങി പോകുന്നാ പറഞ്ഞിക്കണത്. ഇപ്പൊ നിങ്ങക്ക് വിശ്വാസായില്ലേ? ആ കണ്ടറിയാ. അല്ല കുട്ടിയെ, ഇപ്പൊ എനിക്ക് സന്തോഷായില്ലേ? ഇവിടെ വന്നപ്പോ തന്നെ കണ്ടില്ലേ ഒരു വെളിച്ചം ഉണ്ടായിക്കണ എല്ലാരാ മുഖത്തും. ഇത് അവിടെയും കജ്ജ ഒരു കൂട്ടര് ഇവിടെയും കജ്ജ. ഇപ്പോഴാ സത്യം പറഞ്ഞാല് പെരയിലൊരാട്ടോ അനക്കം ഉണ്ടായിക്കണത്. അല്ല അതിന് മാത്രം പത്തോടെ ഉണ്ടായിക്കണേ? എടാ ഇതാണ് നമ്മളെ കുടുംബം. അന്റെ ഭാര്യയും അന്റെ പെങ്ങളും അന്റെ ഇമ്മയും അന്റെ മക്കളും അന്റെ പെങ്ങളെ മക്കളും, ഇതാണ് നമ്മളെ കുടുംബം. അല്ലാതെ ഇജും അവിടെ പോയി കൂടുക, ഇവിടെ ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരും അങ്ങനെയായ വല്ല അർത്ഥമുണ്ടോ നമ്മളെ ജീവിതത്തിന്? ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഇപ്പോഴാണ് നമ്മളെ കുടുംബത്തിനൊരു സന്തോഷം ഉണ്ടായിക്കുന്നത്. അനക്കെന്താ ഇഞ്ഞുത്തര ആലോചിച്ചുള്ളത് കുട്ടിയെ? പൂമോളെ അന്റെ കഴിഞ്ഞിക്കണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വന്നാ. ഓളുമ്മ ഓളെ പഴയ സ്വഭാവം ഇനി പുറത്തെടുക്കൂലെന്ന് എന്തത്ര ഉറപ്പ്? അങ്ങനെ വന്നാലല്ലേ അപ്പൊ അതിനുള്ള പരിഹാരം ഉമ്മാക്ക് അറിയാം, അല്ലേ റസിയ? ആ അല്ലെങ്കിലും പണ്ടത്തെ സ്വഭാവം വല്ലതും ആണോ ഇപ്പോന്? അതൊന്നും അല്ല, അതൊന്നൊക്കെ മാറിയിക്കണേ. ആദ്യം ഞാൻ എന്ത് വാശി കാട്ടിക്കണെങ്കിലും അത് ഓൻ തമാശക്ക് എടുത്തിനിയത്. ഇപ്പോഴോ അതല്ലേ ഇതിനൊക്കെ കാരണം? എന്ത് അന്നത്തെ പോലെയാണടി ഇപ്പൊ ഇജ്ജും ഞാനും ആണോ? വിട്ടാടാ പെണ്ണിനെ. ഇങ്ങോട്ട് ബാബു മോളെ.
ഇങ്ങനെ കണ്ടാ മതി